തൃശ്ശൂർ പാർലമെന്റ് സീറ്റിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പഴി കേട്ടതാണ്. നിങ്ങളൊന്ന് ഇളകി പരിശോധിക്കണം. അവിടെ വോട്ട് ചോരി നടന്നിട്ടുണ്ട്, കള്ളവോട്ട് നടത്തിയിട്ടുണ്ട്, ഒരുപാട് കൃത്രിമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള ഒരുപാട് ഫാക്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും ഏറ്റുപിടിക്കാൻ CPM തയ്യാറായിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ തൃശ്ശൂരിലെ ആ മണ്ഡലം ഈ മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് വിവരിക്കുന്നത് കേട്ടല്ലോ. നമ്മൾ മിണ്ടാതിരുന്നതാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കണല്ലേ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് കുറഞ്ഞത് 86,650 വോട്ടാണ്. ഞങ്ങൾക്ക് 18 മണ്ഡലങ്ങളിലും തിരിച്ചടി കിട്ടുമ്പോഴും ഞങ്ങൾക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ 16,500 വോട്ട് കൂടി. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ ചർച്ചയുടെ ഭാഗമായിട്ട് താങ്കൾ വിവരിക്കണം, ജനം കേൾക്കട്ടെ. ലൈഫ് മിഷൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, മകളുടെ മാസപ്പടി, മകന് വന്നിട്ടുള്ള ED നോട്ടീസ്, കരിവന്നൂരിലെ കള്ള സഖാക്കന്മാരുടെ വിഷയം, മൊയ്തീന്റെ സ്വത്ത് കണ്ടെടുത്തി എന്ന് പറഞ്ഞ ED നോട്ടീസ്, ഇങ്ങനെ ഒരുപാട് കേസുകൾ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. പിന്നെ കുറെ കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. 12 തവണ നിങ്ങൾ ഹൈക്കോടതി പോയില്ലേ, 6 തവണ സുപ്രീം കോടതി പോയില്ലേ? ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ഉന്നയിച്ച വാദം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഞാൻ പറഞ്ഞല്ലോ, 2 തവണ ഹൈക്കോടതി സുപ്രീം കോടതി ഗുഡ് ഗവേണൻസ് തന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം പറഞ്ഞു. മാത്യു കുഴൽനാടൻ ഓടിയ ഓട്ടം, രേഖ എന്ന ഒരു അക്ഷരം പറഞ്ഞാൽ 10 ലക്ഷം രൂപ താങ്കൾക്ക് ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഓടിയ ഓട്ടം, ക്യാമറ, ജലമെട്രോ, KI ഫോൺ, സ്പ്ലിംഗർ, അതുപോലെ ഡേറ്റ, നവകേരള സർവേ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്ത് പണിയാണ് അവർ ചെയ്തത്? അതൊക്കെ അല്ലേ എടുത്ത് കാണിച്ചത്. ശങ്കരാചാര്യ രേഖ എടുത്ത് കാണിച്ചപ്പോഴാണ് പറഞ്ഞത് 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞ്. ഇനിയും നിങ്ങൾക്ക് സുപ്രീം കോടതി പറഞ്ഞ വാദം അല്ലെങ്കിൽ ഉത്തരവ് ചോദിക്കല്ലേ? നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് പറഞ്ഞില്ലേ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് വേണമെന്ന് പറഞ്ഞില്ലേ? ഈ രാജ്യത്തെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിന് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സാധാരണക്കാർക്ക് അറിയണ്ടേ? നിങ്ങൾ ചർച്ച ചെയ്യ്. സാധാരണക്കാർക്ക് അറിയണ്ടേ? പരമാവധി നീതിപരമായ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടും നിങ്ങൾ ചർച്ച ചെയ്യ്. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. ഏതെങ്കിലും ഒരു കേസ് 12 കേസായിട്ട് പോയതല്ലേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും? ഒരു പരാമർശം എന്തായിരുന്നു? ഡേറ്റ, നവകേരള സർവേ, ഇപ്പൊ എങ്ങനെ തകർക്കുമെന്ന് പറഞ്ഞ് പോയതല്ലേ ഡൽഹിക്ക്? ഗുഡ് ഗവേണൻസ് കേരളത്തിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി മേടിച്ചു തന്നിരിക്കുന്നു. ഇത് തന്നെയാണ് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. സുപ്രീം കോടതി പറഞ്ഞ ഗുഡ് ഗവേണൻസ് ആണ് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയുക. ഇത് ജനങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുക ഗുഡ് ഗവേണൻസിനെ കുറിച്ച്. അരുൺകുമാർ, ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഡീൽ ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തുമ്പോൾ നിയമം, അത് വളരെ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിയമത്തിന്റെ കാര്യം എടുത്തു പറയുന്നു. അതോടൊപ്പം കോലീബി സഖ്യം എന്ന പഴയ ആരോപണം അതും ആവർത്തിക്കുന്നുണ്ട്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയായി മാറുന്നുണ്ടോ? നേമത്ത് ഡീൽ നടന്നു എന്ന് എങ്ങനെയാണ് CPMന് സ്ഥാപിക്കാൻ കഴിയുക? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ ക്ലാരിറ്റിയോടെ തന്നെ മറുപടി പറഞ്ഞതാണ്. നേമത്ത് 62,000-ഓളം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് അത് പടിപടിയായിട്ട് 17,000 വോട്ടായിട്ട് ചുരുങ്ങി. അതിന്റെ വോട്ട് കണക്കെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. അത്തരത്തിൽ വോട്ട് ചുരുങ്ങിയപ്പോഴാണല്ലോ 3ാം സ്ഥാനത്ത് നിന്ന് BJP 1ാം സ്ഥാനത്തേക്ക് വളർന്നു വന്നതും പിന്നീട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അവിടെ LDF ആ മണ്ഡലം തിരിച്ചു പിടിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉയർത്താൻ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇല്ല എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക, ഒരു നുണ പലവട്ടം ആവർത്തിച്ചത് സത്യമാക്കുക എന്നതാണ് UDFന്റെ നേതാക്കന്മാർ മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു ബീഹാറും ഒറീസയും. അവിടെ BJPക്ക് മുൻതൂക്കം എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നു. എങ്ങനെയാ BJPക്ക് മുൻതൂക്കം ഉണ്ടായത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കോൺഗ്രസിന്റെ MLA-മാർ മനഃപൂർവ്വം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ബീഹാറിലും ഒറീസയിലുമെല്ലാം BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതുമെല്ലാം ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അത് തെറ്റായിപ്പോയി എന്നോ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് എന്നോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടോ? ഇപ്പൊ കേരളത്തിൽ വന്ന് നിരന്തരം പ്രസ്താവന ഇറക്കുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ ഒരു അക്ഷരം ഉരിയാടിയതായി നമ്മൾ കണ്ടില്ല. അപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണ്? എങ്ങനെയാണ് BJPക്ക് പല തെരഞ്ഞെടുപ്പുകളും ജയിക്കാൻ കഴിയുന്നത്? ഹരിയാനയിൽ BJP വരെ പറഞ്ഞു ഞങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയാണ് വീണ്ടും BJP ജയിച്ച സാഹചര്യം ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാലും കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. ഇവിടെ വടവുകോട് പുത്തൻകുരിശ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൽ 2 സീറ്റുള്ള NDAയും 7 സീറ്റുള്ള കോൺഗ്രസും UDFും പരസ്പരം യോജിച്ച് 9 സീറ്റോടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്ന ബാബു ദിവാകരൻ പറഞ്ഞു, ഞാൻ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ 2020യുടെ മുതലാളി സാബു ജേക്കബിനെ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ട് ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഇതുവരെ അദ്ദേഹം ഫോൺ പോലും എടുത്തിട്ടില്ല എന്ന്. അതായത് ഇവിടെ BJPയും അതുപോലെ NDAയും കോൺഗ്രസും UDFും തമ്മിൽ പരസ്പരം സഖ്യമുണ്ടാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഭരണം പിടിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ പിന്തുണ, NDAയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വർത്തമാനമാണ് NDAയുടെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. എന്നെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്ന ആൾ പോലും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന്.
ഇത് പല മണ്ഡലങ്ങളിലും ദൃശ്യമാണ്. ഇത് പൊതുസമൂഹത്തിലേക്ക് വാർത്തയായിട്ടും വിവരങ്ങളായിട്ടും വരുമ്പോൾ അതിനെ ചെറുക്കാൻ ഒരടി മുന്നിൽ എന്ന രൂപത്തിൽ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ ഒരു തെളിവ് പുറത്തുവിടാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോ കെ.സി. വേണുഗോപാലിനോ കഴിഞ്ഞിട്ടില്ല. 10 മണ്ഡലങ്ങൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ 6-7 എത്തിയിട്ടേ ഉള്ളൂ. ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ഏറ്റുമാനൂരടക്കം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെയും BDJS-ഉം 2020-യും ഒക്കെ വരുന്നത് അത്ഭുതകരമാണ് എന്ന ഒരു വാദം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ CPM-നെ സഹായിക്കാനാണ് എന്നാണ് പറയുന്നത്. അരുൺകുമാർ, എല്ലാം പറയുന്നത് എന്നതാണ്. അവർക്ക് പറയുക എന്നത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. കാരണം പ്രതിപക്ഷമാണല്ലോ, എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷം മാറി. പക്ഷേ VD സതീശൻ പറയുന്നു എന്നതുകൊണ്ട് തന്നെ അത് പിറ്റേ ദിവസം അദ്ദേഹം മാറ്റി പറയും, അല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ 10 മണ്ഡലം എന്ന് പറയുന്നു, എന്നിട്ട് 7 മണ്ഡലം ഇപ്പോൾ ആയി. ഇവിടെ UDF സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, LDF നിർത്തുന്നു, BJP നിർത്തുന്നു. ഘടകകക്ഷികൾ കൂടുതൽ വരുന്നു, ചിലത് കുറവ് വരുന്നു. ഇപ്പൊ 2020 ഘടകകക്ഷിയായിട്ട് NDAയിൽ വന്നു. എറണാകുളം ജില്ലയിൽ കൂടുതൽ സീറ്റ് അവർക്ക് കൊടുത്തു. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ഏതെങ്കിലും ഒരു തെളിവിന്റെ കണിക വേണ്ടേ? ഏതെങ്കിലും തരത്തിലുള്ള ഇന്ന തെളിവ് ഞങ്ങൾ ഹാജരാക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുക തൊഴിലാക്കി മാറ്റിയവരല്ലേ പ്രതിപക്ഷ നേതാക്കന്മാർ? ഏതെങ്കിലും ഒരു ആരോപണം പൊതുസമൂഹത്തിലോ കോടതിയിലോ മറ്റ് നിയമപരമായ സംവിധാനത്തിലോ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. അവർ ഉന്നയിച്ച അതേ ഗൗരവത്തോടെ പൊതുസമൂഹവും കോടതിയും നിയമ സംവിധാനവും എല്ലാം അവരുടെ ആരോപണത്തെ വട്ടപൂജ്യം എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ തെരഞ്ഞെടുപ്പിന് ഇനി 14 ദിവസം 15 ദിവസമേ പ്രചരണത്തിനുള്ളൂ. ഒരു ദിവസം സൈലന്റ് ഡേ ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ആരോഗ്യകരമായിട്ടുള്ള സംവാദം ഉയർത്താൻ ഇവർക്ക് താല്പര്യമില്ല. കാരണം ഇവർക്ക് മനസ്സുമില്ല, ഇവർക്ക് അതിന് കഴിയുകയില്ല. മറിച്ചോ LDF-നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, CPM-നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, അത് ആക്രമണമായിക്കോട്ടെ. റാന്നി എന്ന് പറയുമ്പോൾ അവിടെ ശബരിമല ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെ LDF-ന്റെ MLA ആണ് ഉള്ളത്. പഞ്ചായത്ത് UDF-നാണ്. അവിടെ BJP-ക്ക് 26,000-ൽ പരം വോട്ടുണ്ട്. അവിടെ 4,000-ൽ താഴെ ഭൂരിപക്ഷമേ UDF-ന് കിട്ടിയിട്ടുള്ളൂ. തദ്ദേശത്തിലെ ലീഡാണ് ഞാൻ പറയുന്നത്. അവിടെ 2020-ക്ക് കൊടുത്തിരിക്കുന്നു. 2020-യുടെ സ്ഥാനാർത്ഥിയാരാണ്? തോമസ് കെ സാമുവൽ എന്നൊരാളാണ്. 2020 അവിടെ എന്തിനു നിൽക്കുന്നു? അതൊരു ചോദ്യമല്ലേ? BJP-ക്ക് നല്ല സാധ്യതയുള്ളിടത്ത് എന്തിനാണ് 2020 നിർത്തുന്നത്? അത് ആരെ സഹായിക്കാനാണെന്നുള്ളത് സ്വാഭാവികമായ സംശയമല്ലേ അരുൺകുമാർ? അല്ല, 26,000 വോട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു മുന്നണി, അവർക്ക് വിജയ സാധ്യത എന്ന് താങ്കൾ ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താങ്കൾക്കറിയോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തോട് യോജിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഘടകകക്ഷിയായിട്ട് മാറി. എറണാകുളം ജില്ലയിൽ തുടർച്ചയായി CPM മാത്രം ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണല്ലോ പെരുമ്പാവൂര്. 3 തവണ ശ്രീ സാജു പോൾ തുടർച്ചയായിട്ട് MLA ആയതാണ്. ആ മണ്ഡലം ഒരു പുതിയ ഘടകകക്ഷി മുന്നണിയിലേക്ക് വന്നപ്പോൾ വിട്ടുകൊടുത്തു. പിറവം മണ്ഡലം പലതവണ ഞങ്ങൾ ജയിച്ചു, അതുപോലെ TM ജേക്കബ് ജയിച്ചു. നമുക്ക് വളരെ അടിസ്ഥാനമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറായി. ചാലക്കുടി BD ദേവസ്യ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന LDF ജയിച്ച മണ്ഡലം വിട്ടുകൊടുത്തു. കാരണം ഒരു മുന്നണിയിലേക്ക് ഒരു പുതിയ പാർട്ടി വന്നപ്പോൾ 12 സീറ്റാണ് അന്ന് കൊടുത്തത്. അത്തരത്തിൽ ഏറ്റവും ഉറപ്പുള്ള സീറ്റുകൾ വരെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. അപ്പോൾ LDF അത്തരത്തിലൊരു വിശാലമായിട്ടുള്ള മനസ്സ് കാണിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ NDA ഞാൻ അവർക്ക് വേണ്ടി വാദം പറയുകയല്ല, മറിച്ച് ഒരു ഘടകകക്ഷികൾ കൂടുതൽ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സീറ്റ് ഡിവൈഡ് ചെയ്തതാകാം, അത് പറയേണ്ടത് അവരാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി വന്നു, സ്ഥാനാർത്ഥി വന്നു, അത് ഡീൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും വസ്തുതാപരമായ ഒരു കാര്യം പുറത്തുവിട്. മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. സുരേന്ദ്രപിള്ളയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ BJP അവിടെ ജയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തെറ്റ് ഞങ്ങളുടെ ഭാഗത്തും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് തിരുത്തി കെ മുരളീധരൻ നിർത്തി 23,000 വോട്ടുകൾ അധികം പിടിച്ച് ഞങ്ങളുടെ വോട്ടുകൾ വർദ്ധിപ്പിച്ചപ്പോഴാണ് ശിവൻകുട്ടി കേരളത്തിന്റെ നിയമസഭ കണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു വാദം പറഞ്ഞല്ലോ, നേമത്ത് ഞങ്ങളുടെ വോട്ട് ഘടകകക്ഷിയെ നിർത്തിയപ്പോൾ കുറഞ്ഞു, പിന്നെ ഞങ്ങൾ കെ മുരളീധരനെ നിർത്തിയപ്പോൾ വോട്ട് കൂടി. ഞാൻ ആദ്യം അതിന്റെ കണക്ക് പറഞ്ഞു. 62,000 വോട്ട് കോൺഗ്രസിന് ഉണ്ടായിരുന്ന നേമത്ത് അത് കുറഞ്ഞ് 17,000 ആയിട്ട് മാറി. പിന്നെ കെ മുരളീധരൻ വന്നപ്പോൾ അച്ചോടെ കൂടി ഒരു 30,000-ലേക്ക് എത്തി. ഇതിനാണ് ഡീൽ എന്ന് പറയുന്നത്. ഒരു മുന്നണി, ഒരു കൊയലീഷൻ എന്ന് പറഞ്ഞാൽ ഏക ലക്ഷ്യത്തോടെ, ഒരു സമവായത്തോടെ, അഭിപ്രായ ഐക്യത്തോടെ ഒരു മുന്നണിയുടെ ഭാഗമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ അണിനിരക്കുന്നു. അതിൽ ഏത് ഘടകകക്ഷി മാറി മത്സരിച്ചാലും ആ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനാണ് കാര്യം. അപ്പോ കോൺഗ്രസ് മാറി കോൺഗ്രസിന്റെ UDF മുന്നണിയിലെ മറ്റൊരു കക്ഷി വന്നപ്പോൾ 62,000 17,000 ആയിട്ട് കുറഞ്ഞു എന്നും, പിന്നെ കോൺഗ്രസ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വോട്ട് കൂട്ടി 30,000 ആക്കി എന്ന് പറയുന്നതാണ് ഡീല്. ആ കുറഞ്ഞ വലിയ ശതമാനം വോട്ട് ആര് എപ്പോൾ കൊടുത്തു എന്നതാണ് ഡീലിന്റെ കണ്ടീഷൻ. അത്തരം ഡീല് പല ഘട്ടത്തിലും നിങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും, കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞങ്ങൾ വോട്ട് തിരിച്ചു കുറച്ചൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ഡീല് സമ്മതിച്ച ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ വക്താവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കുറച്ചെങ്കിലും സത്യം പറയാൻ താങ്കൾ സാമർത്ഥ്യം കാണിച്ചല്ലോ, അഭിനന്ദനങ്ങൾ. പിന്നെ ഇവിടെ പറഞ്ഞു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു. അവിടെ ചോദിച്ചോട്ടെ അരുൺകുമാർ, ഈ പറയുന്ന 2016-ൽ
ഒന്ന് അങ്ങ് അതുകൂടി ഒന്ന് പറയൂ. 2016 അവിടെ ബി ജെ പി ഇത് ശരിയല്ല. അല്ല, എന്റെ സംശയമാണെന്നേ. 2016 ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഘടകകക്ഷിക്ക് വോട്ട് അങ്ങേക്ക് സമയം തരാം. 2016 ഈ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നു. 2011 ഈ പറഞ്ഞ ഘടകകക്ഷിക്കാണ് കൊടുക്കുന്നത്. 2016 ഘടകകക്ഷിക്കാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരു ഡീലായി കാണാൻ പറ്റുക? 2 തവണ ചാരുപാറ രവി, സുരേന്ദ്രൻപിള്ള മത്സരിക്കുന്നുണ്ട്. പിന്നെയാണ് അവിടെ മുരളീധരൻ വരുന്നത്. ഇനി അങ്ങ് പറഞ്ഞോളൂ. വളരെ ബഹുമാനത്തോടെ പറയട്ടെ, ഈ 3 പേര് ചർച്ച നടത്തുമ്പോഴും അങ്ങേക്ക് ഒരു സംശയമില്ല, ഒരു ഇന്റർഫറൻസ് ഉണ്ടായിരുന്നില്ല. വലിയ തെരഞ്ഞെടുപ്പ് തിരക്കിന്റെ ഇടയിലാണ് ഈ 1 മണിക്കൂർ ചർച്ചയുടെ ഭാഗമായിട്ട് മാറ്റിവെക്കുന്നത്. അങ്ങനെ ഒരുപാട് സംശയം ഉണ്ടെങ്കിൽ നാളെ തൊട്ട് ചർച്ചയ്ക്ക് വിളിക്കരുത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒറ്റ കാര്യം, ഇവിടെ 32,000 വോട്ട് അല്ല 62,000 വോട്ടിൽ നിന്ന് 17,000 ആയിട്ട് കുറയുന്നതും അത് പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ 30ലേക്ക് കൂടുന്നതും ആ വർഷം വെച്ച് പരിശോധിച്ചാൽ ഈ ഡീല് കൃത്യമായി സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികൾക്ക്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കൊക്കെ മനസ്സിലാകും. അങ്ങേക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് ആ സംശയം തീർത്തു തരാൻ എനിക്ക് കഴിവില്ല, നിങ്ങൾ കരുതിക്കോളൂ. പിന്നെ ഇവിടെ ഈ RV ബാബു എന്ന് പറയുന്ന ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ VD സതീശൻ തന്നെ പറവൂര് ഓരോ തവണ വിജയിക്കുന്നത് എങ്ങനെയാണ് ആ ചർച്ചകൾ നടക്കാറ്, എത്ര വോട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് ഈ RV ബാബു തന്നെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലതവണ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊന്ന് എടുത്ത് പരിശോധിക്കുക. KG മാരാർ വടകര അതുപോലെ ബേപ്പൂർ ഡീലിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ, താങ്കളൊന്ന് ക്ഷമിക്കൂ. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടുന്ന തുച്ഛമായ സമയത്താണ് താങ്കളുടെ എല്ലാ സംശയങ്ങളും. ആയിക്കോട്ടെ, ഏത് സംശയം തീർത്തു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇന്റർഫറൻസ് ഒന്നും മര്യാദകേടാണ്, അത് നിർത്തിവെക്ക്. സമയമൊക്കെ ഉണ്ട്. KG മാരാർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 312ാമത്തെ പേജിൽ ഈ വടകര ബേപ്പൂർ ഡീലിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോലീബി സഖ്യം, അവിടെ ആർക്ക് വോട്ട് ചെയ്തു എന്നും അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നും അത് പരാജയപ്പെട്ടതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതും അങ്ങൊന്ന് എടുത്ത് വായിച്ച് പരിശോധിക്കുക. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച്, ഓരോ അനുഭവസ്ഥർ എഴുതിയ വിവരങ്ങൾ വെച്ചും പറഞ്ഞ വിവരങ്ങൾ വെച്ചുവാ. പക്ഷെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം എന്താ? അങ്ങ് ഉണ്ടയില്ല വെടിവെക്കുക. 10ഓളം മണ്ഡലങ്ങളിൽ ഇപ്പൊ 7 എണ്ണം വന്നു. എന്തെങ്കിലും ഒരു ആരോപണം, സംശയത്തിന്റെ ഒരു കണിക, എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക ഒന്നുമില്ല. പൊതുരാഷ്ട്രീയം ചർച്ചയാക്കരുത്. ഇപ്പൊ എന്തായിരുന്നു വലിയ വിവാദം ഇവിടെ? 10 വർഷം മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. 10 വർഷം മുമ്പുള്ള കാര്യങ്ങളുമായിട്ട് താരതമ്യ പഠനം നടത്തിയ ഞങ്ങൾ നേരെ ഹൈക്കോടതി പോകും. അത് ചോർന്നു, ഇത് ചോർന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ കേസിന് പോകും. ഇതൊക്കെ കണ്ടില്ലേ? ഹൈക്കോടതി പോയും സുപ്രീം കോടതി പോയും ഗുഡ് ഗവേണൻസ് നടത്തുന്ന ഒരു ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. അതുകൊണ്ട് ഗുഡ് ഗവേണൻസ് ആണ് കേരളത്തിലെ ഭരണം എന്ന് കൃത്യമായി കോടതി വിധിയിലൂടെ അംഗീകാരം വാങ്ങിച്ചു തന്നവരാണ് ഈ UDF-കാർ. അതുകൊണ്ട് UDF-ന്റെ ഈ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം കൃത്യസമയത്ത് പോയി കോടതി വിധി മേടിച്ചു തന്നു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം, UDF ഉയർത്തുന്ന രാഷ്ട്രീയം, BJP ഉയർത്തുന്ന രാഷ്ട്രീയമാണ്. പ്രകടന പത്രികയുമായി നമുക്ക് ചർച്ച നടത്താം, ഒരു കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച നടത്താം. പക്ഷെ ഇതൊന്നും ചർച്ചയാക്കാതെ അങ്ങ് 3-4 ദിവസം ഡീല്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഡീലാണെങ്കിൽ മഹാസഖ്യം. ഞാൻ ഇരിക്കുന്ന പ്രദേശത്ത് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തില് NDAയും കോൺഗ്രസും ഒരുമിച്ച് ഭരിക്കുക. അതൊരു ചർച്ചയല്ല, കാരണം അവർ ഭരിച്ചോട്ടെ. ഇവിടെ CPM, LDF. ഞാൻ ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക ആരെങ്കിലും പുറത്തുവിടട്ടെ. UDF-ന്റെ ഏത് നേതാക്കൾ, മാധ്യമങ്ങൾ പുറത്തുവിടട്ടെ. എന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്ന അപ്പൊ തന്നെ ന്യൂനപക്ഷ വോട്ടിനെ വിഭജിക്കാൻ ഇവിടെ ഏതെങ്കിലും മതം നോക്കിയിട്ടാണോ സ്ഥാനാർത്ഥി നിർത്തുന്നത്? B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാചകം ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു വാചകം എന്നൊക്കെ മതനിരപേക്ഷ കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. കേരളത്തിന്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൊന്നാനിയിൽ ജയിച്ചു വരുന്നത് ശ്രീരാമകൃഷ്ണനും നന്ദകുമാറും അടക്കമുള്ളവരാ. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര നടയിലുള്ള മണ്ഡലത്തിൽ ജയിച്ചു വരുന്നത് അക്ബറും അബ്ദുൽ ഖാദറും അടക്കമുള്ളവരാ. അതാണ് കേരളത്തിന്റെ പാരമ്പര്യം. അവിടെയാണ് പാലക്കാട് ഒരു സ്ഥാനാർത്ഥി വന്നു, അത് ന്യൂനപക്ഷമാണ്, അത് ന്യൂനപക്ഷ വോട്ട് ഡിവൈഡ് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KT ജലീലിനെ മത്സരിപ്പിച്ചു, അതുപോലെ TK ഹംസയെ മത്സരിപ്പിച്ചു, അതുപോലെ സെബാസ്റ്റ്യൻ പോളിനെ മത്സരിപ്പിച്ചു, അതുപോലെ പ്രൊഫസർ MK സാനുവിനെ മത്സരിപ്പിച്ചു. ഒരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാത്തടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുക, പ്രയോജനപ്പെടുത്തുക, പരമാവധി വോട്ട് ആർജിക്കുക, ഞങ്ങളുടെ കരുത്ത് തെളിയിക്കുക. അത് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള രീതിയാണ്. 1957 തന്നെ കൃഷ്ണയ്യരടക്കം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിച്ച്? എത്രയോ പേർ അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അത്തരത്തിലുള്ള പരീക്ഷണത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പരീക്ഷണമായി കാണാതെ വോട്ട് ഡീലാണ്, അവിടെ ഡിവൈഡ് ചെയ്യാനാണ്, ഇവിടെ ഡിവൈഡ് ചെയ്യാനെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള അല്പത്തരമാണ്. രാഷ്ട്രീയം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് വലതുപക്ഷം മാറുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഇവർ ആരോപണങ്ങൾക്ക് പുറകെ പൊക്കോട്ടെ. ഞങ്ങൾ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും പര്യടനവുമായിട്ട് മുന്നോട്ട് പോകുകയാണ്.